Hello all, welcome to Toppers World. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിന്റെ ഹിന്ദി ഓണപരീക്ഷ മോഡൽ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ്. കഴിഞ്ഞ വർഷം 2025 ചോദിച്ച മോഡൽ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറാണിത്. ഇതിന്റെ ഉത്തരങ്ങളും ഉൾപ്പെടുന്ന ക്ലാസ്സാണിത്. അപ്പോൾ ഈ വർഷം നമ്മുടെ ഓണപരീക്ഷ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും നിങ്ങൾ എല്ലാവരും പ്രീവിയസ് ഇയർ ചോദ്യപേപ്പർ ആൻസർ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുവരെ ആൻസർ ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ഈ പരീക്ഷയിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കിയാലോ. നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ആയിട്ടാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ആദ്യ ക്വസ്റ്റ്യൻ വരുന്നത് ഗതിവിധി 1. സൂചന തന്നിട്ടുണ്ട്. ധൂപ് ആ ഗൈ കവിത ക എ അംശ പഠേ ഓർ പ്രശ്നം കെ ഉത്തർ ലിഖേ എന്നാണ്. നിങ്ങൾക്ക് ധൂപ് ആ ഗൈ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതൊരു കവിതയാണ്. അതിലെ ഭാഗങ്ങൾ നമുക്ക് ഇവിടെ കറക്റ്റായിട്ടല്ല തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ കറക്റ്റായിട്ട് എഴുതണം. അപ്പോൾ നിങ്ങളിതെല്ലാം വായിക്കുക, ഓരോ ലൈനും കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഉത്തരം നോക്കാം. धूप आ गई सुबह सुबह की, कलियां प्यारी प्यारी महंगी, कलियां क्यारी क्यारी महंगी, कलियां इतनी सारी महंगी. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് സുബ കോൻ ആ ഗൈ. രാവിലെ ആരാണ് വരുന്നത് എന്നാണ്. ധൂപ്പ്, വെയിലാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അഥവാ ഉണ്ട്, ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ചോദ്യം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാത്തവരാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താലും മതിയാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂചന തന്നിട്ടുണ്ട്. ധൂപ് ആ ഗൈ കവിത ക യെ അംശ പഠിയോ പ്രശ്നവും കി ഉത്തർ ലിഖേ എന്നാണ്. അപ്പോൾ പങ്ക്തിയെ സഹി രൂപ് സെ ലിഖേം. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു പങ്ക്തിയം കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് എഴുതുക. ഹവ വ ബ രഹി ഡണ്ടി ഡണ്ടി, ഗൂം രഹി വ ബഹകി ബഹകി, ഉടുത്തി ഉടുത്തി ആയി ചിടിയ, ഫുദക് ഫുദക് കർവേ ബി ചഹകി. കോൻ ഉടുത്തി ഉടുത്തി ആയി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ചിടിയ ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഗതിവിധി 2 ആണ്. ആക്ടിവിറ്റി 2 നമുക്ക് ഓരോന്നിൻ്റെയും ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ചിത്ര പഹചാനെ ഒരു ശബ്ദ ചുൻകർ ലിഖേ എന്നാണ്. ഇത് ചിത്രം നോക്കി ഇത് എന്താണ് എന്നുള്ളത് താഴെ തന്നിരിക്കുന്ന ബോക്സിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ്. നോക്കാം. ആദ്യം ഒരു നായക്കുട്ടിയാണ് അല്ലേ. അപ്പം ടോമി എക് നായക്കുട്ടിയെ, പട്ടിക്കുട്ടിയെ പറയുന്ന പേരാണ് പിള്ള. അപ്പം അതവിടെ പിള്ള എന്ന് എഴുതുക. ഓക്കെ. ഉസേ, അവിടെ ഒരു ചായ കപ്പ് ഉണ്ട് അല്ലേ. ചായ് കെ സാത്ത്, ചായയുടെ കൂടെ ബിസ്ക്കറ്റ് ഗാന പസന്ത് ഹെ. വേ ഒരു ബോൾ ഉണ്ട് അല്ലേ. ബോൾ സെ ഗേൽത്തെ ഹെ ഓർ ഈച്ചേന മക്കി സെ ലഡ്താ ഹെ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. അടുത്തത് ഗതിവിധി 3 നോക്കൂ. സൂചന ചിത്ര ദേക്കേ, നിർദ്ദേശ് കെ അനുസാർ രംഗ് പറയുന്നതാണ്. നമുക്ക് കളർ കൊടുക്കേണ്ടതാണിത്. ഇതിൽ നമുക്ക് 1, 2, 3, 4 തന്നിട്ടുണ്ട്. 1 നമ്മൾ റെഡ് കളർ കൊടുക്കണം, 2 ഗ്രീന്, 3 ബ്ലാക്ക്, 4 നീല കളറാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കളർ ചെയ്ത ചിത്രമാണ് നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്നത്. ഇതുപോലെ കളർ കൊടുക്കുക. അടുത്തത് ഫൂൽ കാ രംഗ് ക്യാ ഹെ. ഇപ്പം നമ്മൾ വരച്ച ചിത്രത്തിന്റെ കളർ, ഫ്ലവറിന്റെ കളർ ഏതായിരുന്നു? ലാൽ, റെഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഗതിവിധി 4. സൂചന ചിത്രയ്ക്ക് അനുസാർ വാക്യ ലിഖേ എന്നാണ്. ചിത്രത്തിൽ തന്നിരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കണം. ആദ്യ ചിത്രം നോക്കൂ. ഒരു പെൺകുട്ടി ഇരിക്കുകയാണ് അല്ലെ. ഇരിക്കുന്നതിനെ നമ്മൾ ബൈഡ്ത എന്നാണ്, ബൈഡ്തി ഹെ എന്നാണ് പറയുക. അപ്പം ലഡ്കി ബൈഡ്തി ഹെ. അടുത്തത് ഈ കുട്ടി ബോൾ കളിക്കുകയാണ്. അപ്പം ഗേൽത്തി ആണ്. അപ്പം ലഡ്കി ഗേൽത്തി ഹെ. അടുത്ത ചിത്രത്തിൽ കുട്ടി ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ. ഗാത്തി ഹെ ആണ്. ലഡ്കി ഗാത്തി ഹെ. അടുത്ത ചിത്രത്തിൽ പെൺകുട്ടി ഉറങ്ങുകയാണ്. അപ്പം ലഡ്തി സോത്തി ഹെ, ലഡ്കി സോത്തി ഹെ. അടുത്ത ചിത്രത്തിൽ ബുക്ക് വായിക്കുന്നു, പഠിക്കുന്നു അല്ലേ. അപ്പോൾ ലഡ്കി എന്താണ്? പഠിത്തി ഹെ. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്യുക. അടുത്തത് ഗതിവിധി 5 ആണ്. പിള്ള കവിത കി പങ്ക്തിയം ക്രംസെ ലിഖേ എന്നാണ്. പിള്ള എന്ന കവിതയിലെ വരികൾ നമുക്ക് ഡിസോർഡർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. കറക്റ്റായിട്ടല്ല തന്നിരിക്കുന്നത്, ഒരേ ഓർഡറിലല്ല. അത് ഓർഡറാക്കി നമ്മൾ എഴുതണം. നീതു കാത്ത പിള്ള ഏക്, വദൻ സെ ഉസ്കെ റുയെ അനേക്, छोटी टांगे लंबी पूंछ, बड़ी दाढ़ी काली मूंछ, मक्की से वह लड़ता था, गड़े गड़े गिर पड़ता था. അടുത്തത് ഗതിവിധി 6 ആണ്. സൂചന ശബ്ദ പഹചാൻകർ ലിഖേ എന്നാണ്. അപ്പം ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് ഓരോന്നോരോന്നായി നോക്കാം. നമുക്ക് ആദ്യ ചിത്രം ഞാൻ മാച്ച് ചെയ്ത് കാണിച്ചു തരാം. ബാദൽ, മേഘം. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് ഗർ, എന്താ? വീട്.
ചിടിയ ബേർഡ്, ഹാത്തി എലിഫൻറ്റ്, പിന്നെ കലിയുണ്ട് പൂമുട്ട്. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ഇത് മാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിവിടെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ മാച്ച് ചെയ്താലും മതി. ഞാൻ എഴുതാണ്ട എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം അതുപോലെ മാറ്റി എഴുതുക. അടുത്തത് അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു അഥവാ ആണ് അടുത്തത് വരുന്നത്. ചിത്ര പേച്ചാനെ ഓർ ലിഖിയെന്നാണ്. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ചിത്രം എന്താന്ന് നോക്കൂ. ആദ്യം തന്നിരിക്കുന്നത് സൂര്യനാണ് അല്ലെ, സൂരജ് ആണ്, സൂരജ്. അടുത്തത് എന്താ തന്നിരിക്കുന്നത് നോക്കൂ, ഫാൻ ആണ്. ഫാനിന് നമ്മൾ എന്താ പറയുക, പങ്ക. നെക്സ്റ്റ് നോക്കൂ, ആ താഴെ നമുക്ക് തിത്തലി, ലഡുക്ക, സൂരജ്, പങ്ക, കിതാബ് എന്ന 5 ഓപ്ഷൻ ഉണ്ട്. ഇതെടുത്ത് എഴുതിയാൽ മാത്രം മതി കേട്ടോ. ആൺകുട്ടിയെ നമ്മൾ ലഡുക്ക എന്ന് പറയും, പുസ്തകത്തിന് നമ്മൾ കിതാബ് എന്നാണ് പറയുക, ബട്ടർഫ്ലൈനെ നമ്മൾ തിത്തലി എന്ന് പറയും. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും ഉത്തരം നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ഒരു തവണയെങ്കിലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആൻസർ ചെയ്തിട്ട് എക്സാമിന് പോകാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളെല്ലാം അറിയിക്കണം. എല്ലാ കമൻസിനും ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഹിന്ദിയുടെ മാത്രമല്ല, നമ്മുടെ ചാനലിൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദി എല്ലാത്തിൻ്റെയും അതുപോലെ തന്നെ അടിസ്ഥാന പാഠാവലി, കേരള പാഠാവലി തുടങ്ങിയ എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണുക, നന്നായി തന്നെ റിവൈസ് ചെയ്തിട്ട് എക്സാമിന് പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഓണപരീക്ഷയുടെ റിവിഷൻസ്, ഓണപരീക്ഷ കഴിഞ്ഞാൽ ആ ചോദ്യപേപ്പറിൻ്റെ ഡിസ്കഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. ആ ചോദ്യപേപ്പറിൻ്റെ മുഴുവൻ ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് തുടങ്ങിയ എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ സബ്ജക്ട്സിൻ്റെ ക്ലാസ്സസും നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ എല്ലാവരും പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് അവൈലബിൾ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്ലേലിസ്റ്റ്, ക്ലാസ്സസിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, നിങ്ങൾക്ക് ഏത് ക്ലാസ് വേണം, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ വേണം എന്നെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അതിനനുസരണം നമ്മൾ ക്ലാസ്സുകൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ക്ലാസ്സസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഓണപ്പരീക്ഷയാണെന്ന് പറഞ്ഞാൽ ആരും ഉഴപ്പരുത്. നമുക്ക് എക്സാം ഇത്തവണ പെട്ടെന്നാണ് എക്സാം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പോർഷൻസൊക്കെ തീർത്ത് നന്നായി പഠിച്ച് എക്സാം എഴുതാം കേട്ടോ. തുടർന്നും വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.